നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലേക്ക്. ഏപ്രിൽ 5-ന് ബംഗാളിലെത്തുന്ന മോദി കുച്ച് ബിഹാറിലെ റാലിയിൽ പങ്കെടുക്കും. ബിജെപിയുടെ പ്രകടന പത്രികയും അന്ന് തന്നെയാണ് പുറത്തിറക്കുക. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലാണ്. പശ്ചിമബംഗാളിലേക്ക് ഉടൻ പോകാനിരിക്കുന്നു. അവിടുത്തെ പ്രചാരണം, അവിടെ മമതാ ബാനർജിയുടെ എതിർപ്പ്, അപ്പോൾ ഇതൊക്കെ തന്നെയും പശ്ചിമബംഗാളിലെ മത്സരം അതിശക്തമാക്കുന്നുണ്ട്. എപ്പോഴാണ് മോദിയുടെ ആദ്യ റാലി? സ്മൃതി, പശ്ചിമബംഗാളിൽ വലിയ ശക്തമായ പോരാട്ടമാണ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നടക്കാൻ പോകുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. TMCക്ക് എതിരെ ഒരു കുറ്റപത്രം അടക്കം ഇറക്കിയതാണ്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. അടുത്തയാഴ്ച, അതായത് ഏപ്രിൽ 5-ാം തീയതി പ്രധാനമന്ത്രി കുച്ച് ബിഹാറിൽ എത്തും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വലിയ റാലിയാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. കുച്ച് ബിഹാർ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ സ്ഥലം കൂടിയാണ്. അവിടെ നിന്നാണ് മോദിയുടെ ആദ്യ റാലി തുടങ്ങാൻ പോകുന്നതെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അന്നേ ദിവസം തന്നെ ബി.ജെ.പിയുടെ പ്രകടന പത്രികയും അവർ പുറത്തിറക്കും എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി ഒരുപക്ഷെ ആ ദിവസം പശ്ചിമബംഗാൾ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും പശ്ചിമബംഗാൾ ഇത്തവണ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ബി.ജെ.പിക്ക് ഉള്ളത്. അതിനുവേണ്ടി ശക്തമായ പോരാട്ടം തന്നെ അവിടെ നടത്തും. അതേസമയം ഇന്നലെ ഈ പറഞ്ഞ കുറ്റപത്രം ബി.ജെ.പി തൃണമൂൽ കോൺഗ്രസിനെതിരെ ഇറക്കിയതിന് മണിക്കൂറുകൾക്കകം തന്നെ മറിച്ച് TMC ബി.ജെ.പിക്കെതിരെ കുറ്റപത്രം ഇറക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അടിച്ചടിച്ച് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് വേണം നമുക്ക് പറയാൻ. ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്താണെങ്കിലും 4-ാം വട്ടവും അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസമാണ് മമതാ ബാനർജിയെ TMC മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ പ്രചരണം അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അവിടെ കൊഴുക്കും. നിലവിൽ കേന്ദ്ര പദ്ധതികളുടെ വലിയ തരത്തിലുള്ള ഞെരുക്കം, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ബംഗാളിനെ ആക്രമിക്കൽ അടക്കമുള്ള വിഷയങ്ങളാണ് TMC പ്രചാരണായുധമാക്കുന്നതെങ്കിൽ ബംഗാളിനെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് മൊത്തം പിന്നോട്ട് വലിച്ചു എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. അവിടെ ക്രമസമാധാനം അടക്കം തകർന്നു എന്നടക്കമുള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബി.ജെ.പി പ്രചരണം നടത്തുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പശ്ചിമബംഗാളിൽ കൊഴുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഒക്കെ വരവ് അതിന് കൂടുതൽ ഊർജ്ജം നൽകും. വലിയ വാദപ്രതിവാദങ്ങളും വലിയ തരത്തിലുള്ള പോരാട്ടം നമുക്കവിടെ കാണാൻ കഴിയും. സ്മൃതി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.